മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. അഭിമന്യു കൊല്ലപ്പെട്ട് 8ാം വർഷത്തിലാണ് കേസ് വിചാരണയിലേക്ക് പോകുന്നത്. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ജൂലൈ നവമിയുടെ വിശദാംശങ്ങളുമായി. നവമി, 2018 ജൂലൈ 2-നാണ് ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം വിചാരണ ആരംഭിക്കുമ്പോഴേക്കും ഒരു അധികമായി എന്താ പറയുക ഒരു കേസ് കൂടി എടുക്കണം, അല്ലെങ്കിൽ അധികമായി ഒരു വകുപ്പ് കൂടി ചുമത്താനുള്ള ഒരു അപേക്ഷയും കൂടി പ്രോസിക്യൂഷൻ നൽകാനുള്ള സാധ്യതയുണ്ടോ? ഇന്നെന്ത് പ്രതീക്ഷിക്കണം? ഹരി, നമുക്കറിയാം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിന്റെ വിചാരണയിലടക്കം വലിയ കാലതാമസമുണ്ടായി. പ്രതികളെ പിടികൂടുന്നതിൽ കാലതാമസമുണ്ടായി. പിന്നീട് ഇതിന്റെ തെളിവുകളടക്കമുള്ള ചില പ്രധാനപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പല പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയൊരു കേസാണ് അഭിമന്യുവിന്റെ കൊലപാതക കേസ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിന്റെ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തന്നെയായിരിക്കും കോടതി അറിയിക്കുക. കാരണം ഇത്രയും നാളായി എല്ലാം ഒരുപാട് കാലത്തിന് ശേഷമാണ്, അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് പോലും ഈ കേസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് തന്നെ അഭിമന്യുവിന്റെ കൊലക്കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി പ്രഖ്യാപിക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8 വർഷമാകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിചാരണയിലേക്ക് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. മുഖ്യപ്രതി മുഹമ്മദ് അടക്കം 5 പേരെയാണ് കോടതി സമീപിച്ചത്. 17 മുതൽ 26 വരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാതെയാണ് വിചാരണ തുടങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ വിചാരണ നിർത്തിവെക്കണമെന്നുമായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആദ്യ 16 പ്രതികൾ മാത്രമാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്നും ഇവരുടെ വിചാരണ തുടങ്ങുന്നതിൽ തടസ്സമില്ലെന്നും അനുബന്ധ കുറ്റപത്രം ഉടൻ നൽകുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ അന്ന് കോടതിയിൽ വാദിക്കുകയും ചെയ്തത്. എന്തായാലും തെളിവ് നശിപ്പിക്കുവാനും പ്രതികളെ ഒളിവിൽ പോകാനും സഹായിച്ചവരാണ് ഇനി പ്രതിപട്ടികയിൽ വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. വിചാരണയിൽ അതൊരു തടസ്സമാകില്ല. പിന്നീട് അനുബന്ധ കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കാമെന്ന് കൂടി പ്രോസിക്യൂഷൻ കോടതിയെ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിചാരണ തടയണമെന്ന മറ്റ് പ്രതികളുടെ ആവശ്യം കോടതി തള്ളുകയും വിചാരണ എത്രയും വേഗം തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്ക്, എന്നൊരു ഉത്തരവിലേക്ക് കോടതി എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിചാരണ തീയതി പ്രഖ്യാപിക്കുക. അതിനു മുന്നോടിയായി ഇന്ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ സെഷൻസ് കോടതി ഈ ഹർജി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും അഭിമന്യു കൊലക്കേസിന്റെ വിചാരണ എന്നായിരിക്കും ആരംഭിക്കുക എന്നത് അറിയാൻ സാധിക്കും. എന്തായാലും വിചാരണയും വീണ്ടും നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഈ പ്രതികളെല്ലാം ചോദ്യം ചെയ്യണം, സാക്ഷികളുടെ എല്ലാം മൊഴികളിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഇനിയും ഒരുപാട് കാലതാമസം ഉണ്ടാകും ഈ വിചാരണ പൂർത്തിയായി വിധിയിലേക്ക് എത്താൻ. എന്തായാലും 8 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിമന്യു കേസിന്റെ വിചാരണ തീയതി ഇന്ന് കോടതി അറിയിക്കുക. വിചാരണ തീയതി ഇന്ന് കോടതി അറിയിക്കും. അതും 2018 ജൂലൈ 2-ന് നടന്ന കൊലപാതകമാണ്. അതുമായി ബന്ധപ്പെട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു തീയതി അറിയിക്കുന്നത്. എല്ലാ പ്രതികളും ഇന്ന് ഹാജരാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.